Let's start learning English. ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സൺ. PERSON, പേഴ്സൺ. പേഴ്സൺ എന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് അർത്ഥം വരും എന്താണ്? വ്യക്തി അല്ലെ? പേഴ്സൺ എന്ന് പറയുമ്പോൾ വ്യക്തി. പക്ഷെ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ വന്നത് വ്യക്തിയെ കുറിച്ചല്ല. ഓക്കെ, പേഴ്സൺ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോ ഇംഗ്ലീഷ് ഗ്രാമർ. ഇപ്പോ നിങ്ങളിപ്പോ വിചാരിക്കും ടീച്ചർ ഗ്രാമർ ഒക്കെ പഠിപ്പിക്കുക. ഗ്രാമർ എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങൾ വിട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും വരുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഗ്രാമറിലെ പേഴ്സൺ. അപ്പൊ അത് എന്താണെന്നുള്ളത് ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കോൺവെർസേഷൻ ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടി സംസാരിക്കുകയാണ്. ഞാനും എന്റെ ഫ്രണ്ടും സംസാരിക്കുകയാണ്. ഓക്കെ, ഇപ്പോ എന്റെ ഫ്രണ്ടിന്റെ പേര് ചാന്ദിനി. ഓക്കെ, അപ്പൊ ഞാൻ ചാന്ദിനിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയും, എടി നീ എപ്പോ വന്നു? When did you come? You. എന്നിട്ട് ഞാൻ പറയാണ്, I came at 10 AM. ഞാൻ രാവിലെ 10 മണിക്ക് എത്തി. അപ്പൊ ഞാനിവിടെ 2 സെന്റൻസസ് പറഞ്ഞു. ഒന്ന്, നീ എപ്പോൾ വന്നു. മറ്റേത്, ഞാൻ രാവിലെ 10 മണിക്ക് എത്തി. അതിൽ നീ എന്നും ഞാൻ എന്നും ഉണ്ട് അല്ലെ? യു, നീ, നിങ്ങൾ. ഐ, ഞാൻ. ഓക്കെ, അപ്പോ അവിടെയാണ് ആ പേഴ്സൺ വരുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ. നീ, നിങ്ങൾ, താങ്കൾ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സൺ. ഇനി അതൊന്നുമല്ല, ഞാനും എന്റെ ഫ്രണ്ടും കുറച്ചു കാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ നമ്മൾ മൂന്നാമതൊരാളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ സംസാരിക്കും അല്ലെ? ഞാൻ വേണമെങ്കിൽ എന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു കോമൺ ഫ്രണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു നെയിം, ഇപ്പൊ ഞാൻ നെയിം പറയുകയാണെങ്കിൽ മെർലിൻ. ഓക്കെ, നമ്മുടെ കോമൺ ഫ്രണ്ട് മെർലിൻ. ഞാൻ പറയുകയാണെ, എടി നീ മെർലിനെ കാണാറുണ്ടോ? ഓക്കെ, ഡിഡ് ഷീ കം ടു യുവർ ഹൗസ്? അവൾ നിന്റെ വീട്ടിലേക്ക് വന്നിരുന്നോ? ഡിഡ് ഷീ കം ടു യുവർ ഹൗസ്? ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്, മെർലിൻ വന്നിരുന്നോ? അപ്പൊ അവിടെ എന്ത് വന്നു? ഷീ, അവൾ. ഞാൻ, നീ, അവൾ. അതിൽ ഞാൻ ഫസ്റ്റ് പേഴ്സൺ, നീ സെക്കൻഡ് പേഴ്സൺ, അവൾ തേർഡ് പേഴ്സൺ. ഇപ്പൊ മനസ്സിലായില്ലേ പേഴ്സന്റെ ട്രിക്ക്? ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, അവൾ, അവൻ, അത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേരെടുത്ത് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞു മെർലിൻ എന്ന് പറയാണ്. അപ്പൊ ആ മെർലിൻ എന്ന് പറഞ്ഞാൽ ആ പേര് പറയുകയാണെങ്കിൽ അതൊരു തേർഡ് പേഴ്സൺ. മനസ്സിലായല്ലോ? മൂന്നാമതൊരാൾ. ഞാൻ ആദ്യത്തെ വ്യക്തി, നീ, നിങ്ങൾ, താങ്കൾ രണ്ടാമത്തെ വ്യക്തി, മൂന്നാമതൊരാളാണ് തേർഡ് പേഴ്സൺ. അപ്പോ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഈ V1, V2, V3 ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്താണ് ലൈക്ക് നമ്മള് വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ? അപ്പോ അതില് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്ന് തിരിച്ചറിയുക എങ്ങനെയാണ്? ഐ, യു. ഐ ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ, അല്ലാത്തത് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഐയും യുവും മാത്രമാണോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ വേർഡ്സിൽ നമ്മൾ നോക്കുന്നത്? അല്ല അല്ലെ? അതിൽ കുറച്ചുകൂടെ ഉണ്ട്. ഐ എന്ന് പറയുമ്പോൾ ഐയുമായി ബന്ധപ്പെട്ടത്, യു എന്ന് പറയുമ്പോൾ യുവുമായി ബന്ധപ്പെട്ടത് ഒക്കെ എന്താണ് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഒക്കെയാണ്. അപ്പൊ അതേതൊക്കെയാണ് വാക്കുകൾ എന്ന് നോക്കാം. ഓക്കെ, സ്ക്രീനിൽ നോക്കൂ. ഇപ്പൊ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് ഐ, ഞാൻ, വി, നമ്മൾ, മീ, ഞാൻ, അസ്, അതും നമ്മൾ, മൈ, എന്റെ, മൈൻ, എന്റേത്, അവർ, നമ്മുടെ, അവേഴ്സ്, നമ്മുടെ. ഇതൊക്കെ എന്താണ് ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോ ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഒന്നുകൂടെ നോക്കാം. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ഐ, വി, മീ, അസ്, മൈ, മൈൻ, ആർ, us. ഇപ്പോ ഫസ്റ്റ് പേഴ്സൺ പഠിച്ചു അല്ലെ? ഈ വാക്കുകളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന വാക്കുകൾ. ഓക്കെ, ഒന്നുകൂടെ സ്ക്രീനിൽ കാണിക്കാം.
കൃത്യമായി എഴുതിയെടുക്കുക. ഓക്കെ, ഐ, വി, മീ, us, my, mine, our, ours. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയേ. ഐ തന്നെ, മീ, സോറി, വി, WE, മീ, ME, us, US, my, MY, mine, MINE, our, OUR, ours, OURS. എല്ലാരും എഴുതിയല്ലോ. ഇപ്പോ നമ്മള് ഫസ്റ്റ് പേഴ്സൺ വേർഡ്സ് ഒക്കെ നോക്കി അല്ലെ, അതൊക്കെ പഠിക്കണം. ഫസ്റ്റ് പേഴ്സൺ ഏതാണ് എന്നുള്ളത്, ഞാൻ, നമ്മൾ എന്നുള്ളതാണ് ഫസ്റ്റ് പേഴ്സൺ. ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സൺ നോക്കാം. സെക്കൻഡ് പേഴ്സണിൽ ഒന്നും ഞാൻ പറഞ്ഞു അല്ലെ, യു, YOU. ഇനി ബാക്കിയുള്ളത് കൂടെ നോക്കാം. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. YOU, നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥം വരാം. ഓക്കെ, ഇനി യുവർ, നിന്റെ, നിങ്ങളുടെ, താങ്കളുടെ. YOUR, യുവർ. ഓക്കെ, പിന്നെ യോഴ്സ്, YOURS, യോഴ്സ്. അതെന്താണ്? നിന്റേത്, നിങ്ങളുടേത്, താങ്കളുടേത് എന്നൊക്കെ വരുന്നത്. ഇതൊക്കെ എന്താണ്? സെക്കൻഡ് പേഴ്സൺ ആണ്. എഴുതിയെടുത്തോ, ഒന്നുകൂടെ പറയാം. യു, YOU, യു, YOUR, your, YOURS, yours. ഇപ്പോ സെക്കൻഡ് പേഴ്സണും കഴിഞ്ഞു അല്ലെ. ഇനി ഏതാണ്? തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ഫസ്റ്റും സെക്കൻഡും അല്ലാത്തതൊക്കെ തേർഡ് പേഴ്സൺ. ഓക്കെ, അതായത് ഫസ്റ്റ്, സെക്കൻഡ് അല്ലാതെയുള്ള ഇത് തേർഡ്. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. സ്ക്രീനിലുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ, ശ്രദ്ധിക്കൂ. He, him, his, HE, he, HIM, him, HIS, his. ഇതൊക്കെ നമ്മള് നമ്മുടെ സെന്റൻസസിൽ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ she, 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 her, 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 HERS, hers, she, her, hers. പിന്നെ ജീവനില്ലാത്തതാണെങ്കിൽ ഇറ്റ്, ജീവനുള്ളതാണെങ്കിലും ഇപ്പൊ ജീവികളൊക്കെ ആണെങ്കിലും ഇപ്പൊ ഡോഗ്, കാറ്റ് അതുപോലെയുള്ളതിനെയൊക്കെ നമ്മൾ ഇറ്റ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഹീ, ഷീ എന്നും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും ഇറ്റ്, മനുഷ്യരല്ലാത്തതിനെ ഇറ്റ് എന്ന് യൂസ് ചെയ്യാം. അതല്ല, ജീവനില്ലാത്ത വസ്തുക്കളെ മാത്രം ഇറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പൊതുവെ മൃഗങ്ങളെയൊക്കെ ഇറ്റ് എന്നൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോ ഇറ്റ്, ഇറ്റ്സ്, IT, ഇറ്റ്, ITS, ഇറ്റ്സ്. ഇനി വരുന്നത് ഈ തേർഡ് പേഴ്സണില് പ്ലൂറൽ, ഒന്നിൽ കൂടുതൽ പേര് വരുമ്പോൾ ദേ, them, their, theirs, they, 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 them, 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 THEIR, their, THEIRS, theirs. ഇപ്പോഴേ ഒന്നുകൂടെ എല്ലാം ഒന്ന് നോക്കാം. തേർഡ് പേഴ്സൺ വരുന്ന സമയത്ത് he, him, his, she, her, hers, it, its, they, them, their, theirs. അപ്പോ നമ്മള് എന്താണ് തേർഡ് പേഴ്സണിലുള്ള വാക്കുകളൊക്കെ നോക്കി. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നോക്കിയ വാക്കുകൾ മുഴുവനും എന്താവില്ല, സബ്ജക്റ്റ് ആയി വരില്ല. സബ്ജക്റ്റ് ആയി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആവണം എന്നില്ല. പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ഫസ്റ്റ് പേഴ്സൺ ആവണമെങ്കിൽ അതേതൊക്കെയാണ്? നമ്മുടെ ഐ, വി. സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ യു. തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹി, ഷീ, ദേ, ഇറ്റ്. അത് ഓർത്ത് വെക്കുക. ഒരു പ്രവൃത്തി ചെയ്ത കാര്യം പറയുന്ന സമയത്ത് നമ്മള് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഐ, വി. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ യു. തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹി, ഷീ, ദേ, ഇറ്റ്.
അപ്പോ നിങ്ങൾ ഇത് സ്ക്രീനിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അതായത് സബ്ജക്റ്റ് ആയി വരുന്നു, പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നത് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ അതൊന്നുകൂടെ നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. അതൊന്ന് എഴുതിയെടുക്കുക. എന്താണത്? ഫസ്റ്റ് പേഴ്സൺ ഐ, ഞാൻ, വി, നമ്മൾ. സെക്കൻഡ് പേഴ്സൺ യു, യു, നീ, നിങ്ങൾ, താങ്കൾ. തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത്, ദേ, അവർ. എല്ലാരും എഴുതിയെടുത്തില്ലേ? പക്ഷെ ഇതൊക്കെ ഇല്ലാതെ ഒരു തേർഡ് പേഴ്സൺ വരാം. എന്താണ് ഞാൻ പറഞ്ഞു നേരത്തെ? പേര്. ഓക്കെ, പേര്. ഇപ്പൊ നമ്മൾ തേർഡ് പേഴ്സന്റെ പേര് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അതാണ് തേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്താണെന്ന് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അതായത് രണ്ടു പേരുടെ സംസാരം അല്ലെങ്കിൽ കോൺവേഴ്സേഷൻ, സംഭാഷണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതില് ഞാൻ എന്ന് പറയുന്നത്, അതായത് ആരാണോ സംസാരിക്കുന്നത് അയാൾ അയാളെ തന്നെ റെഫർ ചെയ്യുമ്പോഴാണ് അയാൾ അയാളെ കുറിച്ച് തന്നെ പറയുമ്പോഴാണ് അത് ഫസ്റ്റ് പേഴ്സൺ ആവുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? അത് കേൾക്കുന്നത് ആരാണോ ആ വ്യക്തിയാണ് സെക്കൻഡ് പേഴ്സൺ. അയാളെ കുറിച്ചിട്ട് പറയുമ്പോഴത് സെക്കൻഡ് പേഴ്സണിലുള്ള സെന്റൻസ് ആണ് അല്ലെങ്കിൽ വാചകമാണ്. അതല്ല നമ്മൾ രണ്ടുപേരും ചേർന്ന് മൂന്നാമത്തെ ഒരാളെ കുറിച്ച് പറയണം. അതിൽ ഞാൻ സംസാരിക്കുന്നു, എന്റെ മുന്നിലുള്ള ആൾ കേൾക്കുന്നു, ഞാൻ സംസാരിക്കുന്നുള്ളത് മറ്റൊരാളെ കുറിച്ചിട്ടാണ്. ആ മറ്റൊരാളെ കുറിച്ചിട്ടുള്ള ആ ഒരു സെന്റൻസിനെയാണ് തേർഡ് പേഴ്സണിലുള്ള സെന്റൻസ് എന്ന് പറയാം. അപ്പോ ഈ പേഴ്സൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ടീച്ചറെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരും ഒരു മെസ്സേജ് അയക്കണ്ട. ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതാണ് ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള പേഴ്സൺ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോൾ പൊതുവെ അയ്യോ വ്യാകരണം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. പക്ഷെ സത്യത്തില് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ 1000 ഗ്രാമർ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യൂസ് ചെയ്യുമ്പോഴും നമുക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. ഗ്രാമർ അയ്യോ ടഫാണെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ സമീപിക്കുന്നത് കൊണ്ടാണ്. ഈ റൂൾസ് ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്ന സമയത്താണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? നന്നായിട്ട് സെന്റൻസസ് ഫ്രെയിം ചെയ്യാൻ സാധിക്കുക. വാക്കുകൾ പഠിക്കണം, ആ വാക്കുകൾ ഉപയോഗിച്ച് സെന്റൻസസ് ഫ്രെയിം ചെയ്യണം. സെന്റൻസസ് ഫ്രെയിം ചെയ്യുമ്പം പലതരം റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സെന്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഇംഗ്ലീഷ് ഗ്രാമറിലെ പേഴ്സൺ എന്നുള്ള സംഗതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ 3 പേഴ്സൺസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വിസ് പിറകെ വരുന്നുണ്ട്. എല്ലാവരും റെഡി ആയിക്കോളൂ. ഈ വീഡിയോ വേണമെങ്കിൽ 1-2 തവണ കൂടി കേട്ടോളൂ. കാരണം നിങ്ങൾക്ക് ഒന്നുകൂടെ തറവാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതല്ല ഒരു തവണ കണ്ടു കഴിഞ്ഞ് എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വിസിലേക്ക് റെഡി ആയിരുന്നോളൂ. ബൈ.